നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചാൽ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇതിപ്പോ പടവേടിച്ച് പന്തളത്ത് ചെന്നപ്പം പന്തം കൊളുത്തി പടാന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയായല്ലോ. ഗിരി, നിന്നെ ഞങ്ങൾ കുറ്റപ്പെടുത്തിയതല്ല. കാര്യങ്ങളുടെ ഗൗരവം നിന്നെ ഒന്ന് ബോധ്യപ്പെടുത്തിയെന്നേ ഉള്ളൂ. തെറ്റ് പറ്റുന്നതൊക്കെ മനുഷ്യ സഹജാണ് ഗിരി. അത് തിരുത്തുന്നിടത്താണ് നമ്മളൊക്കെ വലുതാവുന്നത്. എന്തായാലും ശരി, കുടുംബത്തിൽ ആകെ അസ്വസ്ഥത ഉണ്ടാക്കിയ ഈ തെറ്റ് നീ തിരുത്തുക തന്നെ വേണം. ഇതൊരു ഒളിച്ചോട്ടായി പോയി ഗിരി. എന്തൊക്കെ ഭൂകമ്പങ്ങൾ ഉണ്ടായാലും ശരി, ആശുപത്രി പോയി സുമിതയുടെ അമ്മേനെ കാണണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി സുമിത അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് കരുതി നീ ആശുപത്രിയിൽ പോകാതിരിക്കരുത്. എന്റെ കാര്യങ്ങൾ ഓർത്ത് നിങ്ങൾ രണ്ടുപേരും കൂടുതൽ ബുദ്ധിമുട്ടണമെന്നില്ല. ഇക്കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കണമെന്ന് നല്ല തിരിച്ചറിവുണ്ട് എനിക്ക്. അപ്പൊ പിന്നെ എല്ലാം പറഞ്ഞ പോലെ ഓക്കെ, ബൈ. എടുത്ത ഭാരിച്ച തീരുമാനങ്ങളുടെ പേരിൽ ഗിരിക്ക് ചെറിയ തോതിലെങ്കിലും കുറ്റബോധം ഉണ്ടല്ലേക്കൂ. പറഞ്ഞു മനസ്സിലാക്കി അവനെ തിരുത്തിയെടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഈ കല്യാണം മുടങ്ങിയതിന്റെ പേരിൽ അവൻ നന്നായി അനുഭവിക്കുന്നുണ്ട്. സത്യം പറഞ്ഞ കഷ്ടമാണ് അവന്റെ ജീവിതം. പാവം, ആ തടി മാത്രമേ ഉള്ളൂ. ഉള്ളു മുഴുവൻ പഞ്ഞിക്കായ പോലെ ലൈറ്റാ. എന്തിനാ ഇങ്ങോട്ട് വന്നേ? എന്റെ അമ്മ ചത്തുമില്ലെന്ന് അറിയാൻ വേണ്ടിയാണോ? ഇത്രയും വലിയൊരു ദ്രോഹം കാട്ടിക്കൂട്ടിയിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ തടി പോലെ നിൽക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? ശ്രീനിഷ, ഞാൻ മതി. ഇന്ന് വരെ ഞങ്ങളുടെയൊക്കെ മനസ്സിലെ നിങ്ങൾക്കൊരു സ്ഥാനവും ബഹുമാനവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇനി കിട്ടുന്നു പ്രതീക്ഷിക്കണ്ട. അത്രയും വലിയൊരു അന്യായോ നിങ്ങൾ എന്റെ കുടുംബത്തോട് ചെയ്തു. ന്യായവും അന്യായവും ചെയ്യാൻ ഇതല്ലല്ലോ ശ്രീനിഷ അവസരം. ഞാൻ വന്നത് അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് മതിയാക്കാനല്ല ഞാൻ പറഞ്ഞേ. ഇവിടെ നിന്ന് അധികം പ്രസംഗിക്കണ്ട. ഇനി നിങ്ങൾ ഇവിടെ അധികം നിന്ന കാര്യങ്ങൾ വല്ലാത്ത മോശമോ, അതിനുള്ള ഇട വരുത്തരുത്. ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. നാണം കെടാൻ പോകുന്നതേ ദ ഗ്രേറ്റ് ഗിരിധരൻ നമ്പ്യാര് മാത്രമായിരിക്കും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഇത്രയൊക്കെ ആയിട്ടും ചേച്ചിക്ക് മതിയായില്ലേ? നിക്ക്, ഒരടി ഇനി നിങ്ങൾ മുന്നോട്ട് വെച്ചു പോകരുത്. ക്ഷമിക്കണം, ഞങ്ങളെല്ലാവരും എല്ലാ രീതിയിലും തകർന്നിരിക്കുകയാണ്. കൂടുതൽ ദ്രോഹിക്കരുത്, അപേക്ഷയാണ്. അച്ഛാ, ഞാൻ ഇതൊരു ആശുപത്രിയാണ്. കൂടുതൽ ബഹളത്തിന് നിൽക്കാതെ ഗിരി ഇപ്പൊ പോണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അച്ഛനാണല്ലോ ഞാനൊന്ന് ഓർത്തിട്ടേ അതിന്റെ അഭിമാനം തോന്നും. കുഞ്ഞായിരിക്കുമ്പോ മോളെ നിന്റെ സ്വാതന്ത്ര്യമൊക്കെ അപഹരിച്ചെന്ന് നിനക്ക് ചിലപ്പോ തോന്നിയിട്ടുണ്ടാവാം. അതെ, എല്ലാ കുട്ടികളെയും അവരുടെ അച്ഛനമ്മമാര് ഓരോ സ്ഥലത്തേക്ക് തനിച്ചയക്കുമ്പോ നീ എവിടെ പോയാലും ഞങ്ങളിൽ ആരെങ്കിലും കാവലുണ്ടാവും. അത് സ്കൂളിൽ നിന്ന് ഒരു വിനോദയാത്രയ്ക്ക് പോലും നിന്നെ തനിച്ചയച്ചിട്ടില്ല. ട്യൂഷനോ ഡാൻസോ എന്തുണ്ടായാലും അതൊക്കെ നമ്മുടെ ഈ വീട്ടിനകത്ത്. മക്കളെ, അച്ഛന് പേടിയായിരുന്നു.
ഈശ്വരൻ, ഈ നിധിയെ ആരെങ്കിലുമൊക്കെ അപകരിച്ച് കടന്നു കളഞ്ഞാലോന്ന്. നീ തന്നെ കണ്ടെത്തിയ പയ്യന്റെ കയ്യിൽ നിന്നെ പിടിച്ചേൽപ്പിച്ചപ്പോ അച്ഛൻ ഒരു പരിധി വരെ ആശ്വാസമായി. പക്ഷേ നീലാകാശത്തൊന്ന് വെള്ളടി പോലൊരു ദുരന്തം അച്ഛൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല മോളെ. മകളെ, അച്ഛനൊരു രാജകുമാരിയെ പോലെ അണിയിച്ചൊരുക്കി കൊണ്ടു നടക്കാൻ ആഗ്രഹിച്ച നീയാണല്ലോ മോളെ. തെരുവ് പട്ടികൾ കടിച്ചു ചീന്തിയ ഒരു മുയൽക്കുഞ്ഞിനെ പോലെ പ്രാണൻ മാത്രം ബാക്കിയായി ഈ കട്ടിൽ ഇങ്ങനെ. മകളെ, ആർക്കും വേണ്ടാതെ ഈ വീടിന്റെ ഒരു കോണിൽ നീ കിടക്കുന്നത് ഇനി എനിക്ക് കാണാൻ വയ്യ മോളെ. നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ പോലെ നിനക്ക് നഷ്ടപ്പെട്ടു. അവൻ നമ്മുടെ അർജുൻ കൂടി ഇല്ലാതായ പിന്നെന്താ നിന്റെ അവസ്ഥ? ഞങ്ങളുടെ ഈ അച്ഛന്റെ അമ്മയുടെയും കാലം കഴിഞ്ഞാ പിന്നെ നിനക്ക് പിന്നെ ആരാ മോളെ? ഇല്ല മോളെ, അതെ, നാവിലേക്ക് ഒരിറ്റ് വെള്ളം പോലും എത്തിച്ചു തരാൻ ആളില്ലാതെ, ശബ്ദമുയർത്തി നിലവിളിക്കാൻ പോലും ആവാതെ ബാധിച്ചത്ത ഒരു കിളിക്കുഞ്ഞിനെ പോലെ ഇവിടെ കിടന്ന് പുഴുവരിക്കാൻ നിന്നെ അച്ഛൻ അങ്ങനെ വിട്ടുകൊടുക്കില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പ്രീതി, എന്നെ രക്ഷിക്കണേ, എന്നെ ഒന്ന് രക്ഷിക്കണേ മോളെ. പ്രീതി, മക്കളെ, അച്ഛാ, 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 എന്താ പറ്റേ? എന്താ അച്ഛാ? അച്ഛൻ നെഞ്ചു വേദനിക്കുന്നോ? നെഞ്ചു വേദനെടുക്കുക. ഇതെന്താ അച്ഛാ? അച്ഛൻ, ശാലി, അച്ഛന് തരും വയ്യ. അച്ഛൻ, എന്നൊക്കെ അച്ഛാ, ചാലി, പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വിളിക്ക്. അവർ ആംബുലൻസ് വിട്ടോളും. അച്ഛാ, പൊന്നി, കുറച്ച് വെള്ളം എടുക്ക് കുടിക്കാൻ. വെള്ളം വേണോ? വെള്ളം വേണം. പൊന്നോട് ഞാനല്ലേ പറഞ്ഞു വെള്ളം എടുത്തോണ്ട് വരാൻ. പിന്നെ വെള്ളം വേണമെന്ന് ചോദിക്കണോ? എടുത്തോണ്ട് വാ. നീ തിരക്ക് കൂട്ടാടാ. ഷാലി ഹോസ്പിറ്റലിൽ വിളിച്ചില്ല ഇതുവരെ? ഇല്ല, അച്ഛനോട് ചോദിക്ക് വിളിക്കണോന്ന്. എന്ത്? എടാ, കുഴപ്പമൊന്നുമില്ലടാ. ഹോസ്പിറ്റലോ ആംബുലൻസോ ഒന്നും വേണ്ട. എന്താ ഈ പറയുന്നേ? ദേ, എനിക്ക് നെഞ്ചോനെ മണ്ണാക്കട്ടെ ഒന്നുമില്ല. എല്ലാം ദേ ഇവളുടെ പ്ലാനിങ്ങാ. പ്ലാനിങ്ങോ? എന്ത് പ്ലാനിങ്? ആ, പോനി എന്തായാലും കൊണ്ടുവന്നില്ലേ? ഇങ്ങോട്ട് വാ.
എടോ താനെങ്കിലും എന്തെങ്കിലും ഒന്ന് പറ. പ്രീതി എന്നും ഇങ്ങനെ കിടന്നാ മതിയോ വിഷ്ണുട്ടാ? അവളുടെ അവസ്ഥയ്ക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരുത്താനുള്ള ശ്രമമായിരുന്നു അച്ഛന്റെ ഈ ഹാർട്ട് അറ്റാക്ക്. തനിക്ക് പ്രിയപ്പെട്ടവരൊത്ത് ജീവിക്കാനുള്ള കൊതി പ്രീതിയെ പഴയ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുമെന്നല്ലേ അബ്ദുൽ ഖാദർ ഡോക്ടർ പറഞ്ഞത്. അങ്ങനെയൊരു നാടകം കളിച്ചതാ പ്രീതിക്ക് മുന്നില്. അച്ഛന് ഹാർട്ട് അറ്റാക്ക് വന്ന് മുന്നിൽ വീണ് കിടന്ന് പെടയുമ്പോ സഹായിക്കാൻ ആരുമില്ലാതെ അച്ഛൻ കൺമുന്നിൽ കിടന്ന് പെടഞ്ഞു മരിച്ചു പോകുമെന്ന് തോന്നുമ്പോ അവള് തനിയെ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുമെന്നായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ. അല്ല, അതിന് പ്രീതിക്കൊരു മാറ്റം ഉണ്ടായില്ലല്ലോ. അത് വിഷ്ണുവേട്ടന് തോന്നുന്നതാ. അച്ഛൻ ഈ അഭിനയം നടത്തുമ്പോ പ്രീതി അറിയാതെ കുറച്ച് മാറി നിന്ന് അവളെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒരു ബിന്ദുവിൽ തന്നെ തറച്ചു നിൽക്കാറുണ്ടായിരുന്ന പ്രീതിയുടെ കണ്ണുകൾ ആ അപകടത്തിന് ശേഷം ഇന്ന് ആദ്യമായിട്ട് അനങ്ങി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആദ്യം സോർട്ട് ചെയ്യാനല്ലേ ഞാൻ പറഞ്ഞിരുന്നേ. എന്നിട്ട് താനത് ചെയ്തോ? ഇല്ലല്ലോ. ബാക്കി ഞാൻ നാളെ അവിടെ വന്നിട്ട് നോക്കിക്കോളാം. ആ പറ സന്ദീപ്. പോയോ? ചേച്ചി ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ ചോദിച്ചത്? നീ പറ, ഞാനൊന്ന് കേക്കട്ടെ. നിനക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ളത് ആരെയാ? ആദ്യം സന്ദീപിന്, പിന്നെ ചേച്ചി. ഞാൻ പിന്നെ നിന്റെ സ്വന്തമാണല്ലോ. അതെ, എനിക്ക് പേടി മുഴുവനും സന്ദീപിന്റെ കാര്യത്തിലാ. ആ ആതിരെന്ന് പറയുന്നവള് അവന് തട്ടിയെടുക്കുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. എന്നാ ആ പേടിന് വേണ്ട. സന്ദീപ് നിനക്ക് തന്നെ ഉള്ളതാ. ഇത് ഞാൻ കുറെ കാലമായി കേൾക്കുന്നതാ. എനിക്കിപ്പോ അതിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല. നിന്നോട് ഞാൻ മുൻപ് പറഞ്ഞിട്ടില്ലേ, നീ സ്നേഹിക്കുന്ന ആളെ നിന്റെ ഈ കൈവെള്ളയിൽ ഈ ചേച്ചി വെച്ചേരുന്ന. നിന്റെയും സന്ദീപിന്റെയും വിവാഹത്തിന് അച്ഛൻ സമ്മതിച്ചു. എന്റെ ഒരു അഭിപ്രായം മാത്രമാണ്, തീരുമാനമല്ല. സന്ദീപിനെ കൊണ്ട് അനഘയെ വിവാഹം കഴിപ്പിക്കുന്നതിനെ കുറിച്ച് എന്താ മോളുടെ അഭിപ്രായം?
ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചോര. അയ്യോ. അയ്യോ അയ്യോ മഹേട്ടാ, നല്ല മുറിവാണല്ലോ. രക്തം പോകുന്നുണ്ട്. എന്താ ചെയ്യാ? സാരമില്ല, അത് മാറിക്കോളും. നീ ഏതെങ്കിലും വണ്ടി വരുന്നുണ്ടോ നോക്ക്. നീ ഇങ്ങോട്ട് പോവാ. ഞാനിപ്പോ വരാം. എന്തിനാ ഇതൊക്കെ? എന്താ ഈ മരുന്ന് വെച്ചാലേ മുറിവ് ഉണങ്ങും. ഇങ്ങോട്ട് കാണിക്കുമായിട്ടാ. നല്ല നീറ്റലുണ്ടല്ലേ? ഇത്ര നേരത്തേക്ക് ഉണ്ടാവും. അത് മാറിക്കോളും മഹേട്ടാ. നീറ്റല് കുറവുണ്ടോ? കുഴപ്പമില്ല. താങ്ക്സ് ഗംഗ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്ത് കാര്യമാണേലും ഫോണിൽ പറയാൻ പറഞ്ഞിട്ടും നീ സംസാരിക്കാൻ പോലും തയ്യാറല്ല. ഞാനത് ഫോണില് ഗൗതത്തോട് പറഞ്ഞാൽ അതിന് അർഹിക്കുന്ന ഗൗരവം കിട്ടില്ലെന്ന് എനിക്കറിയാം. ശ്രീകുട്ടിക്ക് വേണ്ടി പൂജ നടത്താനെന്ന് പറഞ്ഞ അമ്മ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ട്. കുറച്ചു കഴിഞ്ഞ് സഞ്ജുവും വീട്ടിൽ നിന്ന് പോയി. അവന്റെ പോക്ക് കണ്ടാൽ അറിയാം ഓഫീസിലേക്ക് അല്ലാന്ന്. ഒരാള് ക്ഷേത്രത്തിൽ പോയി, മറ്റൊരാൾ ഓഫീസിലേക്കാണെന്നും പറഞ്ഞു പോയി. അതിന് നീ ഇത്ര ഉത്കണ്ഠപ്പെടുന്ന എന്തിനാ? അതുകൊണ്ടാ കാര്യങ്ങൾ ഞാൻ ഗൗതത്തോട് പറയാത്തത്. ഗൗതം, അമ്മ പോയത് പെരുവണ്ണപുരത്തേക്ക്. എന്റെ ബലമായ സംശയം സഞ്ജു പോയിരിക്കുന്നതും അവൾക്കൊപ്പം തന്നെയാണെന്നാ. ഇത് അവര് തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റാ. അവളുടെ വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷം തികഞ്ഞ ദിവസമാണെന്ന് അവള് കാവേരിയോട് പറയുന്നത് ഞാൻ കേട്ടതാ. ഇത്രയൊക്കെ ആയിട്ടും നീ അതിന്റെ പിന്നാലെയുള്ള നടപ്പ് നിർത്തിയില്ല അല്ലേ?
അമ്മുവിന്റെ ഭർത്താവ് വീട്ടിൽ വന്നതല്ലേ കവിത? ഇനി എന്തിനാ നമ്മൾ നമ്മുടെ വിലപ്പെട്ട സമയം ഇതിനു വേണ്ടി പാഴാക്കി കളയുന്നത്? അതും ഒരു സർവന്റ് പെണ്ണിന്റെ പിന്നാലെ നടന്നു. അവളുടെ ഭർത്താവെന്ന് പറഞ്ഞ ഒരുത്തം വന്നാൽ അതങ്ങ് വിശ്വസിക്കാൻ തയ്യാറല്ല ഞാൻ. എന്നെ നിശബ്ദയാക്കാൻ സഞ്ജുവും ദിനേശനും എന്തു വഴി നോക്കും. അതിലാദ്യം നോക്കുന്ന വഴി ഒരു ഡ്യൂപ്പ് ഭർത്താവിനെ രംഗത്തിറക്കിയ. അതാ നടന്നിരിക്കുന്നത്. കുറച്ച് ബുദ്ധിയുള്ള ആർക്കും ഇത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇതൊന്നും വിശ്വസിക്കാൻ വേണ്ടി മണ്ടിയൊന്നുമല്ല ഞാൻ. എന്താ നിന്റെ അടുത്ത നീക്കം? സമയം കളയാതെ അത് പറ. ഗൗതത്തിനിപ്പോ സമയം തീരെ കുറവാണല്ലോ. അനിയത്തിയുടെ കാര്യങ്ങള് ശ്രദ്ധിക്കാനല്ലേ നേരമുള്ളൂ. ഞാൻ എന്റെ അമ്മയെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണെന്ന് നിനക്കറിയാലോ. ഇന്നൊരു സ്ഥലം വരെ പോകുന്ന കാര്യം നിന്നോട് പറഞ്ഞതാ. അതിന്റെ ഇടയിൽ ഈ സില്ലി മാറ്റർ പറയാൻ നീ എന്നെ വിളിച്ചു വരുത്തിയത്. എന്റെ അന്വേഷണം സത്യമാണെങ്കിൽ ഇതൊരു സിമ്പിൾ മാറ്റർ അല്ല. നീ വിഷയത്തിലേക്ക് വാ. ദേ, എല്ലാ തിരക്കും മാറ്റിവെച്ച് ഗൗതം ഇപ്പൊ തന്നെ പെരുവണ്ണാപുരത്തേക്ക് പോണം. അവിടെ ക്ഷേത്രത്തിൽ എന്താ നടക്കുന്നതെന്ന് എനിക്ക് അറിയണം. അതൊക്കെ ഗൗതം മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്യും വേണം. 4-5 മണിക്കൂർ യാത്ര ചെയ്ത് ഞാൻ ആ നാട്ടിലേക്ക് പോകാനോ? നടക്കില്ല. ഒരാവശ്യത്തിന് ഇറങ്ങി തിരിച്ച ഒരാളോട് അത് പറയാതിരിക്കാനുള്ള മിനിമം കോമൺ സെൻസ് പോലും എനിക്ക് ഇല്ലാതായി പോയല്ലോ. ഇതെന്റെ ആവശ്യം മാത്രമല്ല, ഗൗതത്തിനു കൂടി വേണ്ടിയാ. ഇത് നിന്റെ സംശയരോഗത്തിന്റെ ലക്ഷണമോ? എനിക്ക് പറ്റില്ല. ഇത്രയും കിലോമീറ്റർ ഒരു പ്രയോജനമില്ല യാത്ര ചെയ്യാൻ. ഞാൻ അവിടെ ചെല്ലുമ്പോ അവനെ അവളെ കണ്ടില്ലെങ്കിലോ? വിട്ടേക്ക് എന്നൊരു വാക്കി നിനക്ക് അവസാനിപ്പിക്കും. പക്ഷെ എന്റെ ഒരു പകല നഷ്ടമാകുന്നു. അപ്പൊ ഗൗതം പോവില്ലേ? അതല്ലേ പറഞ്ഞത്. എനിക്കിവിടെ പണിയുണ്ട്. കുറച്ചുള്ളിലുള്ള ഒരു വൃദ്ധസദനത്തിലേക്കാ ഞാനും ഗൗരിയും പോകുന്നത്. നിന്റെ മനസ്സമാധാനമല്ലേ പോയിരിക്കുന്നത്? പോയി അന്വേഷിച്ചിട്ട് വാ. അതെ, ഞാൻ തന്നെ പോകും. അതിനി ഒരാളിന്റെയും സഹായം വേണ്ട. അവനും അവളും ഒന്നിച്ചവിടെ ഉണ്ടെങ്കിൽ നാട്ടുകാരോട് ചോദിച്ചാൽ സത്യം മനസ്സിലാവും. ഈ ചാൻസ് കവിത പാഴാക്കി കളയില്ല. വിവാഹ വാർഷികത്തിന് തന്നെ രണ്ടിനെയും ഞാൻ കയ്യോടെ പിടിക്കും. അപ്പോ പെരുവണ്ണാപുരത്തേക്ക് തന്നെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ ഓർക്കുന്നത് ആ ദിവസത്തെ കുറിച്ചല്ലേ? അതോർത്ത് പോവാതിരിക്കാൻ പറ്റുമോ? നിന്റെ മനസ്സിലന്ന് ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ആയിരുന്നല്ലേ? മുത്തശ്ശി, ഇവിടെ നടക്കാൻ പോകുന്നത് ചതിയാ മുത്തശ്ശി. ഒരു പയ്യനും ലച്ചുവിനെ കെട്ടാൻ വരാൻ പോകുന്നില്ല. സത്യ മുത്തശ്ശി, ലച്ചുവിനെ കല്യാണം കഴിക്കാൻ പോകുന്നത് നരേന്ദ്രളയാണ്. ലച്ചു എവിടെയെങ്കിലും പോയി രക്ഷപ്പെടുന്നേ. നരേന്ദ്രമാമ ദുഷ്ടനാ. മുന്നിലൂടെ പോവാതെ പിന്നിലെ വാതിലൂടെ വേണം പോവാൻ. ക്ഷേത്രത്തിന്റെ പിന്നിൽ ആരും ഉണ്ടാവില്ല. ഈ കല്യാണം നടക്കരുത്. അത് കൊടുക്കാൻ ഇതേ ഉള്ളൊരു വഴി. ലച്ചു, വാ മോളെ. ഞാൻ വന്നത് അമ്മയ്ക്ക് വേണ്ടിയും. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്തൊക്കെയാ നടക്കുന്നതെന്ന് ഒരു നിശ്ചയമില്ല.
വർഷം ഒന്നാ കടന്നുപോയത്. ഇതിനകം സ്വാധീനമായിട്ടുള്ള വിവാഹം നടക്കേണ്ടതായിരുന്നു. അത് പല കാരണങ്ങളാൽ മുടങ്ങി ഇപ്പൊ ഈ നിലവരെ എത്തി. ചേച്ചി പഴയ ആളെ തിരിച്ചു വരും. നിങ്ങൾ ആരുടെ വാക്കിനും അടിമപ്പെടരുത്. സഞ്ജനയല്ലേ നീ ഉദ്ദേശിച്ചത്? അതെ. എനിക്ക് കഴിയും അതിന്. ഇതുവരെ ആ സത്യം അറിയേണ്ടവരറിയാതെ പോയി. പ്രഭ്യങ്കലിന് എന്നെയും നിന്നെയും മനസ്സിലാക്കാൻ കഴിഞ്ഞു. സ്വാതിയുടെ കാതിലെത്തരുതെന്നാ എന്റെ പ്രാർത്ഥന. എത്ര കാലം മംഗലശ്ശേരി നിൽക്കാൻ കഴിയുന്ന എനിക്കറിയില്ല. ചേച്ചിയെ വിട്ടുപോവാനും മനസ്സ് വരുന്നില്ല. നിന്റെ മനസ്സ് സഞ്ചരിക്കുന്ന വഴികൾ എനിക്കറിയാം ലക്ഷ്മി. പിരിഞ്ഞു പോകാൻ കഴിയാത്ത വിധം നീയും ഈ ബന്ധനത്തിൽ പെട്ടുപോയി. ഒരേ സമയം ആശ്ചര്യവും അതേസമയം ഭയവുമായി മാറിക്കൊണ്ടിരിക്കുക നമ്മൾ തമ്മിലുള്ള ബന്ധം. എന്ത് ബന്ധം? ഒരു ബന്ധവുമില്ല. ഞാൻ നിങ്ങളുടെ ഭാര്യയല്ല, നിങ്ങൾ എന്റെ ഭർത്താവും. എന്റെ നാടെത്താറായി. വീണ്ടും നിന്റെ നാട്ടിലേക്ക് ഞാൻ വരിക. ഇവിടെ വന്നപ്പോഴൊക്കെ ഓരോ തരം അനുഭവങ്ങളായി എന്നെ കാത്തിരുന്നത്. ഈ വരവിലിനി എന്താണാവോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. തെറ്റ് ചെയ്തവരും മാത്രമല്ല, ആ തെറ്റിന് പ്രേരിപ്പിക്കുന്നവരും കൂടെ നിൽക്കുന്നവരും കൂടി ശിക്ഷ അനുഭവിക്കണം. അങ്ങനെ നോക്കുമ്പോ നീയും അഴി എണ്ണേണ്ടവള് തന്നെയാ. തോന്നിയാസം പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ എന്ത് തെറ്റെയ്തെന്നാ നീ പറയുന്നത്? തെറ്റുകൾ മാത്രമല്ലേ നീ ചെയ്തിട്ടുള്ളൂ. അതിലിപ്പോ എടുത്തു പറയാൻ എന്തിരിക്കുന്നു? ചതിയും വഞ്ചനയും അത്യാഗ്രഹവും കൈമുതലായിട്ടുള്ള നീ ആങ്ങളെ ജയിലിലാക്കിയതിനു ശേഷവും ഇവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നത് എന്തിനാ? എന്താ നിന്റെ ഉദ്ദേശം? എന്റെ ഉദ്ദേശം വ്യക്തമായിട്ട് നിനക്കറിയാവുന്നതല്ലേ. ഇനി ഞാനത് വിശദീകരിക്കേണ്ട കാര്യമുണ്ടോ? കാര്യമുണ്ട്. വിശാൽ സാറിനെ സ്വന്തമാക്കണമെന്നുള്ള നിന്റെ ഉദ്ദേശം നടക്കില്ലാന്ന് ഞാൻ പല ആവർത്തി പറഞ്ഞു കഴിഞ്ഞതാ. അഥവാ അങ്ങനെയൊന്നും സംഭവിച്ചാൽ തന്നെ ജയിലിൽ ചാടി വന്നിട്ടാണെങ്കിലും ജതിൻ വിശാൽ സാറിനെ കൊന്നിരിക്കുമെന്ന് പറഞ്ഞിട്ടാ ജയിലിലേക്ക് പോയത്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നേരാങ്ങളെ സ്നേഹിക്കുന്ന ഒരു നേർപ്പെങ്ങളും സ്വയം വിധവയാവാൻ ഒരുങ്ങില്ലല്ലോ. മാത്രമല്ല, വിശാൽ സാറിന്റെ ജീവന് ഭീഷണി ഉള്ളപ്പോ ആ ജീവൻ സംരക്ഷിക്കേണ്ടത് എന്റെ ആവശ്യമാണ്, എന്റെ കടമയാണ്. അപ്പോ എങ്ങനെ നോക്കിയാലും നിങ്ങൾ തമ്മിലുള്ള വിവാഹം നടക്കില്ല. വിശാലിനെ കൊല്ലാന്നുള്ളത് ജതിന്റെ ആവശ്യം, വിശാലിനെ സ്വന്തമാക്കാന്നുള്ളത് എന്റെ ആവശ്യവും ആഗ്രഹവുമാണ്. എന്റെ ആഗ്രഹം നടന്നതിന് ശേഷമല്ലേ ജതിൻ വിശാലിനെ കൊല്ലുള്ളൂ. അങ്ങനെ സംഭവിച്ചാലും നേട്ടം എനിക്ക് തന്നെയാണല്ലോ. അതെ, വ്യാമോഹ, വെറും വ്യാമോഹം. വിശാലിന്റെ ഭാര്യയായി കഴിഞ്ഞ സ്വത്തുക്കളെല്ലാം നിന്റെ പേരിലാകും എന്നുള്ള വ്യാമോഹം. എന്റെ പേരിലുള്ള സ്വത്തുവകകൾ നിന്റെ പേരിലേക്ക് മാറ്റണമെങ്കിൽ എന്റെ അനുവാദം വേണോന്ന് നീ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ അതിന് സമ്മതം മൂളൂന്ന് നീ കരുതുന്നുണ്ടോ? നിന്നെക്കൊണ്ട് സമ്മതം മൂളിക്കാൻ കഴിവുള്ളവര് ഈ വീട്ടിനകത്തുണ്ടെന്ന് നീ മറന്നുപോയോ? അവരെ കൊണ്ട് നിന്നെ ഞാൻ സമ്മതം മൂളിപ്പിക്കും. നീ അനുസരണയുള്ള നല്ല കുട്ടിയല്ലേ, നീ അവരെ അനുസരിക്കും. വിശാൽ സാറിനെയോ അച്ഛനെയോ അച്ഛമ്മയോ ആണ് നീ ഉദ്ദേശിച്ചതെങ്കിൽ അവിടെയും നിനക്ക് തെറ്റി ജാസ്മിനെ. ആ മൂവരും നന്മ മരങ്ങളാ, ഒരിക്കലും തിന്മയ്ക്ക് കൂട്ടുനിൽക്കുന്നവരല്ല. നീ തിന്മയാണ്. നിന്റെ ചിന്താഗതിയല്ല അവരുടേത്.
അതുകൊണ്ട് നിന്റെ ആഗ്രഹം ഒരിക്കലും നടക്കാനും പോകുന്നില്ല. ഇനി എന്താ വേണ്ടെന്ന് നിനക്ക് തന്നെ തീരുമാനിക്കാം. ഈ ഔട്ട് ഹൗസിൽ നിന്ന് പോലും നിന്നെ നടുറോഡിലേക്ക് ഇറക്കാൻ അധികാരമുള്ളവളാണ് പാർവതി എന്ന് നീ ഓർത്തിരിക്കുന്നത് നല്ലതാ. ഓർക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചേച്ചി, ഞാനേ ചേച്ചി പുറത്തൊന്നും കാണാത്തോണ്ട് ഇങ്ങോട്ട് വന്നേ. പിന്നെ നമ്മുടെ അഡ്വക്കേറ്റ് നമ്പ്യാർ സാർ വിളിച്ചിരുന്നു. ഇവിടുത്തെ കാര്യങ്ങൾ എന്തായെന്നൊക്കെ അറിയാൻ വേണ്ടി വിളിച്ചതാ. ചേച്ചി ചേച്ചി ഈ ലോകത്തൊന്നും അല്ലേ? ഞാൻ പറഞ്ഞോലും കേട്ടായിരുന്നോ? അതെന്താ, ഞാൻ ബദിരിയാണെന്ന് കരുതിയോ നീ? നീ പറയുന്നത് കേൾക്കാൻ നിന്റെ മുഖത്ത് തന്നെ നോക്കണമെന്ന് നിയമമൊന്നുമില്ലല്ലോ. എന്റെ മോ, ഇതെന്തോ രാവിലെ ഒരു ഉടക്കമൂട്. ഇടത്ത് വാക്കാണോ എഴുന്നേറ്റത്? ദേ പ്രതാപ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, പറഞ്ഞേക്കാം. ചേച്ചി ഇങ്ങനെ ചൂടാവാതെ എന്താ പ്രശ്നമെന്ന് വാ തുറന്ന് പറ. അറിഞ്ഞോ അറിയാതെയോ ശേഖരേട്ടനെ കുറിച്ച് നമ്മൾ സംസാരിച്ചതിന് ശേഷം മനസ്സിൽ വല്ലാത്തൊരു അങ്കലാപ്പ്. ശേഖരേട്ടൻ ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ വർഷം എത്രയായി? ഇതിനിടയ്ക്ക് ഒരു പ്രാവശ്യം പോലും നീയോ ഞാനോ ഒന്ന് പോയി കണ്ടിട്ട് പോലുമില്ല. എന്തിന്? ബന്ധം വേർപെടുത്തിയ ഭർത്താവിന്റെ ക്ഷേമം അന്വേഷിച്ച് ഏതെങ്കിലും ഭാര്യമാര് പോവോ? അതും സെൻട്രൽ ജയിലിലേക്ക്. ചേച്ചി എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കൂട്ടുന്നേ? അങ്ങനെയല്ല പ്രതാപ. കണക്ക് കൂട്ടി നോക്കിയാൽ കൊലപാതക കുറ്റത്തിന് ലഭിച്ച ജീവപര്യന്തം 14 വർഷം. പിഴ അടയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന് 1-2 വർഷം കൂടി. അപ്പം മൊത്തം 16 വർഷം. ശരിയല്ലേ? ചേച്ചി എന്നോട് എന്നെ ചോദിക്കണം. ഞാൻ ഈ മാത്തമാറ്റിക്സിൽ വട്ടപൂജയാണെന്ന് എത്ര പ്രാവശ്യം പറയണം? അതെ, 16 വർഷം. അതായത് ശിക്ഷയുടെ കാലാവധി ഇപ്പൊ തീരുന്നു എന്നർത്ഥം. ഒരുപക്ഷെ ആളിപ്പോ പുറത്തിറങ്ങിയിട്ടുണ്ടാവാം. ഏതായാലും നീ അതൊന്നു പോയി അന്വേഷിക്കണം. എന്തിന്? അതിന്റെ ഒരു ആവശ്യമില്ല. ആളിയൻ ഈ 16 വർഷത്തിനിടയിൽ മരിച്ച് മണ്ണോട് ചേർന്നിട്ടുണ്ടെങ്കിലോ? ഇല്ല, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. കാരണം ഞങ്ങളുടെ വിവാഹ ജീവിതം തുടങ്ങുന്നതിന് മുൻപുള്ള ജാതക പരിശോധനയില് ശേഖരേട്ടന് ദീർഘായുസ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ജയിൽ വാസവും പറഞ്ഞിരുന്നു. അത് സത്യമായ സ്ഥിതിക്ക് മരണവും സംഭവിച്ചിട്ടില്ല എന്നുറപ്പിക്കാം. ഇരുളടഞ്ഞ ഇടനാഴികളുള്ള ജയിൽ മുറിയിലെ അരണ്ട വെളിച്ചത്തിൽ ഏകനായി 16 വർഷം നരകയാതന അനുഭവിച്ച പമ്പര വിഡ്ഢി. അസ്തമയത്തിന് ശേഷമുണ്ടാകുന്ന ഇരുട്ട് കത്തിജ്വലിച്ചുയരാൻ പോകുന്ന പ്രകാശത്തിന്റെ ആരംഭമാണ്. ആ പ്രകാശത്തിൽ നിന്റെ കണ്ണുകൾ മഞ്ഞളിക്കും. ആ പ്രകാശരശ്മികൾ തീജ്വാലകളായി നിന്റെ മേൽ പതിക്കാൻ ഇനി അധിക നാളില്ല. കരുതിയിരുന്നു നീ, ഉദയത്തിനുള്ള സമയമായി. കിഴക്ക് ദിക്ക് ചുവന്നു തുടങ്ങി. ചേച്ചി അയാൾ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പട്ടിണി മാറ്റാനുള്ള വഴി നോക്കി എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടാവും. ചിലപ്പോ ഈ നാട് തന്നെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവും. ഒരു തിരിച്ചുവരവിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു 16 വർഷം. ഞാൻ തിരിച്ചു വന്നിരിക്കും. അതോടെ നീ സ്വപ്നം കാണുന്ന സാമ്രാജ്യത്തിന്റെ അടിത്തറ ഇളകും. ഇളക്കി മറിക്കും ഞാൻ. എന്റെ കാത്തിരിപ്പിന്റെ ലക്ഷ്യം അതുമാത്രമാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആ വീട്ടിലെ പ്രശ്നങ്ങൾക്ക് കാരണം ഞാനാണോ? അവിടെ ഒരാളെ കാണുന്നില്ല, ഒരാളുടെ വിവാഹം മുടങ്ങി. മോളെ, നീ എന്താ ആ ഫോൺ വന്നതിനെ കുറിച്ച് ആലോചിച്ചിരിക്കുകയാണോ?
അവിടെ ആരെയോ കാണാനില്ലാത്തേന് നിന്നെ വിളിച്ചു ചോദിക്കുന്ന എന്തിനാ? ഒരു ആനന്ദ നിലയക്കാര്. ആ ഫോൺ ഞാൻ എടുക്കണമായിരുന്നു. എനിക്ക് 10 പറയാനുണ്ടായിരുന്നു. അമ്മേ, നമുക്ക് ഈ നാട്ടിൽ നിന്ന് പോയാലോ? എങ്ങോട്ടേക്ക്? എങ്ങോട്ട് പോവാനാ? അല്ല, നമ്മൾ എന്തിനാ പോകുന്നേ? പോകേണ്ടതേ ആ ആനന്ദ നിലയക്കാരാ. ആ ജഗന്നാഥ സാറ് പറഞ്ഞതാ കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കി തരാന്ന്. അപ്പൊ അവൾ ഓരോ ന്യായങ്ങൾ പറഞ്ഞു. അമ്മേ, അയാളെ കുറിച്ച് ഒന്നും പറയണ്ട. അയാളൊരു ദുഷ്ടനാ. ഇനി അമൃതയെ കാണാതായതിന്റെ പിറകിലും അയാളാണോന്ന് എന്റെ സംശയം. അമ്മേ, അല്ല, എനിക്കൊരു സംശയം. ഞാൻ വെറുതെ പറഞ്ഞതാ തട്ടിക്കൊണ്ടു പോയതിന് പിന്നിൽ ആ ജഗന്നാഥനാണോന്ന്. പക്ഷേ ഒന്നാലോചിച്ചപ്പോ അത് ചിലപ്പോ അങ്ങനെ ആയിരിക്കില്ലേന്ന് തോന്നിപ്പോന്നു. എങ്ങനെ ആയിരിക്കില്ലേന്ന്? ജഗന്നാഥ സാറാണ് ഇതിന് പിന്നിലെന്നോ? അയാൾ എന്തൊക്കെയോ ലക്ഷ്യങ്ങളോടെയാ അന്ന് നമ്മളെ കാണാൻ വന്നത്. ഞാനറിയാതെ അന്ന് എന്റെ വീഡിയോ എടുത്തു. അത് വെച്ച് ഭീഷണിപ്പെടുത്തി. ഇതൊക്കെ എന്തൊക്കെയോ ഉദ്ദേശം വെച്ച അയാൾ ചെയ്തേ. ആ, അദ്ദേഹത്തിനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു, നമ്മളെ സഹായിക്കണമെന്ന്. പക്ഷെ നീ അതിനൊരു അവസരം ഉണ്ടാക്കിയില്ല. എന്നിട്ടിപ്പോ ഇല്ലാത്ത ഓരോ കണ്ടുപിടുത്തങ്ങളും. അല്ല, എന്റെ മനസ്സ് പറയുന്നു അയാൾക്ക് ഇതിലെന്തോ പങ്കുണ്ട്. ഞാൻ വിളിച്ചറിയിക്കാൻ പോവാ. ആ രീതിയിലും കൂടെ ഒന്ന് അന്വേഷിക്കാം. നീ ഒന്ന് ചുമ്മാതിരുന്നേ. വെറുതെ തലവേദനകൾ വലിച്ചു വെക്കല്ലേ. അയാളോട് നീ എതിർക്കാൻ നിക്കണ്ട മോളെ. അമ്മ ഇങ്ങനെ പേടിക്കാതെ. ഹലോ. ഹലോ, ഞാൻ അശ്വതിയാ. എന്താണ്? എനിക്കൊരു സംശയം. സംശയമല്ല, ഒരു തോന്നൽ. ചിലപ്പോ വെറും തോന്നലായിരിക്കും. കാര്യം പറയ. മോളെ, നീ എന്തിനാ ഇതൊക്കെ പറയാൻ പോയത്? എന്റെ അമ്മ ഒന്ന് പേടിക്കാതിരിക്കെ. ഈശ്വര, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സർ, അമൃതയെടുത്ത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ എന്താ കല്യാണ ചടങ്ങോ മറ്റോ നടക്കുകയായിരുന്നു? അഖിലിന്റെയും ഈ മോളുടെയും താലികെട്ട് ചടങ്ങ് നടക്കാനിരുന്നതാ മോനെ. ആനന്ദേട്ടനും അഖിലും ഒക്കെ അന്വേഷിച്ചു പോയിരിക്കുക. ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. മോൻ കാര്യമായിട്ടൊന്ന് അന്വേഷിക്കണം. അതിരിക്കട്ടെ, ഇതിന്റെ പുറകിൽ ആരെങ്കിലും സംശയമുണ്ടോ? എന്തെങ്കിലും സൂചനകളോ മറ്റോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. പ്രധാനമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. പിന്നൊരു കത്ത് കിട്ടിയിട്ടുണ്ട്. കത്തോ? എവിടെ കാണട്ടെ? അല്ല ജയേഷേ, ഈ കത്തത്ര കാര്യമായിട്ട് എടുക്കണ്ട. അമൃത എന്തോന്ന് എഴുതി വെച്ചേ ഉള്ളൂ. വെറുതെ ഉള്ളതാണോ കാര്യമായിട്ടുള്ളതാണോ എന്ന് പോലീസ് നോക്കിക്കോളൂ. ആ കത്തിങ് തരണം. അല്ലമ്മേ, തെളിവൊക്കെ ഏൽപ്പിച്ചാലല്ലേ പോലീസിന് അങ്ങോട്ട് അന്വേഷിക്കാൻ പറ്റൂ. എന്തിനാ വെറുതെ? അത് ശരി, ഇത്രയും വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടാണോ കാര്യമായിട്ടൊന്നും ഇല്ലെന്ന് പറഞ്ഞേ?
അല്ല, ആരാ ശ്യാമ? സർ, ഞാനോ? അമൃതയെ കൊന്നോ അതോ അപകടപ്പെടുത്തി എവിടെയെങ്കിലും അടച്ചിട്ടോ? അയ്യോ മോനെ, അങ്ങനെയൊന്നും പറയല്ലേ. മിണ്ടാ നിന്നോണം അവിടെ. പ്രതിയെ രക്ഷപ്പെടുത്താൻ നോക്കിയാലേ നിങ്ങളും അകത്താ. സർ, അമ്മ പാവാ സർ. ഇവിടെ ആരും സംസാരിക്കണ്ട. പറയ്, അമൃതയെ നീ എന്ത് ചെയ്തു? മര്യാദയ്ക്ക് എല്ലാം തുറന്നു പറഞ്ഞു. ഇല്ലെങ്കിൽ ചാവിട്ട് നിന്റെ എല്ലാം നന്നായി ഞാൻ ഊരിയെടുക്കും. ജേഷേ, മോളെ ആവശ്യമില്ലാതെ ഭീഷണിപ്പെടുത്താൻ നിൽക്കരുത്. സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല. അമൃതയെടുത്ത് കാണാത്തതിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ആള് ഞാനാ. അമൃതയെടുത്ത് ഇങ്ങനെ ഒരു കത്ത് എന്തിനാ എഴുതിയെന്ന് പോലും എനിക്കറിയില്ല. സാർ, എനിക്കൊന്നും അറിയില്ല. അമൃതയെടുത്ത് രാവിലെ അമ്പലത്തിൽ പോയി. അവിടുന്ന് ഏതോ 2 ആൾക്കാരോടൊത്ത് എവിടേക്ക് പോയിട്ടുണ്ട്. ഓഹോ, അപ്പൊ നീ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്തിരുന്നു അല്ലേ? 2 ഗുണ്ടകളെ ഏർപ്പാടാക്കിയിരുന്നു അമൃതയെ തട്ടിക്കൊണ്ടുപോവാ. അയ്യോ അമ്മ, സാർ അങ്ങനെയൊന്നും പറയില്ലേ. അയ്യോ, അത് കറക്റ്റാ. ഇങ്ങനെയൊന്നും അല്ല ഞാൻ നിന്നോട് പറയേണ്ടത്. നിന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടേ കാര്യമായിട്ടൊന്ന് കൈകാര്യം ചെയ്യാൻ പോവാ ഞാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ക്ഷേത്രത്തിൽ ഒരു വലം വെച്ച് നടയിൽ വെച്ചു. സർ, സുഭദ്രാമ്മയുടെ ചായയുള്ള ആരെയും എങ്ങും കണ്ടില്ല. അങ്ങനെ ഒരാൾ വന്നതായി ആരും പറയുന്നുമില്ല. താൻ എവിടേക്ക് അന്വേഷിച്ചു? തൃപ്പങ്ങോട്ട് വീടുകളിലെല്ലാം തിരക്കി സർ. എന്നിട്ട് ആരെയും കണ്ടെത്തിയില്ല? ഇല്ല സർ, ആരെയും കണ്ടെത്തിയില്ല. പിന്നെ ആ ചന്ദ്രമോഹന്റെ മൂത്ത മോൻ കൃഷ്ണപ്രസാദ് വന്നിരുന്നതായി ചിലർ പറഞ്ഞു കേട്ടു. അവൻ വന്നാലും പോയാലും നമുക്കെന്താ? ആ ശരി, വണ്ടി ഇട്ടിട്ട് നിങ്ങൾ പൊയ്ക്കോ. വിഘ്നങ്ങളൊന്നുമില്ലാതെ പൂജകൾ പൂർണ്ണമായിരിക്കണം. ദേവി പ്രീതി ഒപ്പം ഉണ്ടാകും. ഞാൻ 2-1 അറിഞ്ഞിട്ടേ ഇവിടുന്ന് വരൂ. ശരി സർ. കഷ്ടപ്പാടുകളൊക്കെ അകന്നുപോകും. മേൽക്കുമേൽ ശ്രേയസ് വന്നു ചേരും. എന്താ, സമാധാനമായില്ലേ കാര്യങ്ങൾ? സമാധാനമായി തിരുമേനി. ഇനി എനിക്ക് അങ്ങോട്ട് വരാമോ? അല്ല, മേഘനാഥ് സാർ ഇപ്പോ വന്നു. ആരാ നീ? പേര് പറ. ആരാ നീ എന്ന്?
ഏയ് ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.